വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ട്രിപ്പ് ഇറ്റലിക്കാണ്. നമ്മൾ ഓൺ ദ വേ നമ്മളൊന്ന് ഒരു ബ്രേക്ക് എടുത്തു. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ സ്വിറ്റ്സർലൻഡ് ബോർഡർ എത്തും, സ്വിറ്റ്സർലൻഡ് ആവും. പിന്നെ അത് കഴിഞ്ഞൊരു 2 hours കഴിയുമ്പം നമുക്കത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റലി, മിലൻ, അങ്ങനെയാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മൾ ഈ ഒരു ജേർണി ഏകദേശം നമുക്കൊരു 6 to 7 hours എടുക്കും. നമ്മൾ നേരെ മിലനിലേക്കാണ് പോകുന്നത്, ഇറ്റലിയിലെ. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല വ്യൂസൊക്കെ കാണാം. സ്വിറ്റ്സർലൻഡിലെ ലുസേൺ ലേക്കാണ്. സെൻട്രൽ സ്വിറ്റ്സർലൻഡിലെ പ്രീ ആൽപൈൻ മലനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ലേക്കാണിത്. അപ്പോൾ നമ്മളവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ച് പോകും. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ്, ഇതിപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ്. ഇത് അവിടുത്തെ ആൽപ്സ് മലനിരകളാണ്. ഒത്തിരി ഭംഗിയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങോട്ട് പോയപ്പോൾ തിരിച്ചു വന്നപ്പോഴൊക്കെ നിർത്തിയായിരുന്നു. പിന്നെ ഈ കാണുന്നതും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ടണലാണ്. അങ്ങനെ 1-2 ടണലൊക്കെ പാസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മിലനിലെത്തിയത്. പിന്നെ ഒരു 7 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 5:30-6 മണിക്കുള്ളിൽ നമ്മൾ മിലനെത്തി. പിന്നെയുള്ള ഹോം ടൂർ കാണാം. മിലനെത്തി ഒരു 6:30 ആയപ്പം. ഇന്ന് ഓഗസ്റ്റ് 4 തീയതിയാണ്. അപ്പം നമ്മുടെ ഈ ചെറിയ അപ്പാർട്ട്മെൻറ്റ് ടൂറ് ആദ്യം തന്നെ കാണിച്ചു തരാം. ഇത് നമ്മൾ കയറി വരുമ്പം ഇതാണ് ഡോറ്. സോ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ബാത്റൂം, അവിടെ അമ്മ കുളിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു വാഷിംഗ് മെഷീൻ. പിന്നെ ഇവിടെ ഫസ്റ്റ് നമുക്കൊരു ഡബിൾ ബെഡ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അയൺ ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ ഒരു കബേർഡ്, ഒരു ടേബിൾ, ചെറിയൊരു ഡെക്കോർ, പിന്നെ ഒരു ടേബിൾ, TV, കിച്ചൺ, പിന്നെ ഇവിടെ ഡിഷ് വാഷർ, ഗ്രില്ല്, പിന്നെ അവിടെ കുറേ സ്നാക്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ. പിന്നെ നമുക്കിത് ഫ്രിഡ്ജ്, പിന്നെ ഇത് ഡൈനിങ് ടേബിൾ, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ ബാൽക്കണി, ആൻഡ് ഇവിടെ ഒരു ബാൽക്കണി വിത്ത് ചെയർ, ഒരു ചെറിയ ടേബിളും. അങ്ങനെ പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ മിലൻ സിറ്റി, മിലൻ കത്തീഡ്രലൊക്കെ കാണാനായിട്ട് യാത്ര തിരിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഡേ മിലനിലെത്തിയേക്കാണ്, മിലൻ കത്തീഡ്രലിൽ. അപ്പോൾ ഞാൻ കത്തീഡ്രലിൻ്റെയും ആ വ്യൂ കാണിച്ചു തരാം. ഈ ബസിലിക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ചർച്ചസ് ഇൻ ദ വേൾഡ് ആണ്, ഏരിയ വൈസ് വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ പണി തുടങ്ങിയത് 1386-ലാണ്. പക്ഷേ 1572-ലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞുള്ളൂ. ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ ഈ ബസിലിക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് 4000-ൽ പരം സ്റ്റാച്യൂസും ഗാർഗോയിൽസും ഫിഗേഴ്സൊക്കെ ഈ കത്തീഡ്രലിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ യേശുവിൻ്റെ ക്രൂസിഫിക്കേഷൻ, കുരിശുമരണ സമയത്തെ ഹോളി നെയിലൊക്കെ ഈ കത്തീഡ്രലിലുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് നേരം അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. മനസ്സിന് ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു സിറ്റി ജസ്റ്റ് ഒന്ന് നടന്ന് കണ്ടു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇനി നേരെ റോമിലേക്കാണ് പോകാനുള്ളത്. അപ്പം നമ്മളവിടെ കറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു.
പിന്നെ നെറ്റ്ഫ്ലിക്സിലെ തസ്കരി എന്ന് പറഞ്ഞിട്ട് ഇമ്രാൻ ഹാഷ്മിയുടെ ഒരു വെബ് സീരീസ് കണ്ടവർക്ക് ഈ കത്തീഡ്രൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അത് ആ സീരീസിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം മിലൻ ഒരു വേൾഡിലെ തന്നെ ഒരു ഫാഷൻ ക്യാപിറ്റലാണ്. ഒരുപാട് ഡിസൈനേഴ്സ് ആയിട്ടുള്ള അർമാനി, പ്രാദ, ഗുച്ചി അങ്ങനത്തെ ഒരു ഉത്ഭവസ്ഥലമാണ് അവരുടെയും കൂടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓൺ ദ വേ നമ്മൾ ലഞ്ച് കഴിക്കാനൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ കുറച്ച് ചെറിയ ചെറിയ ചോക്ലേറ്റ് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് റിലാക്സ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് പിന്നെ ഒരു വൈകിട്ടൊരു നൈറ്റ് ആവണതിന് മുന്നേ നമുക്ക് റോം എത്തണം. ഇറ്റലിയുടെ മീൻസ് റോം എത്തിക്കാൻ. ഇപ്പം നമ്മൾ റോമിലാണ് നെക്സ്റ്റ് സ്റ്റേ എടുത്തേക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം ഇവിടുത്തെ റോം എത്തി. അപ്പം ഞാനിപ്പം ഞങ്ങളെടുത്ത അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. സോ ലെറ്റ്സ് വെൽക്കം. നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ് വെത്തിക്കാൻ്റെ ഒരു ഹാർട്ടിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെയായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ് ഡോം, സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലൊക്കെ. അപ്പോൾ അതൊരു കണക്കിന് അതൊരു ഉപകാരമായി നമുക്ക്. പിന്നെ ആ കാണുന്നത് ഡാഡിയുടെ കസിനാണ്, നമ്മുടെ അങ്കിളാണ്, ജേക്കോ അങ്കിള് ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ നമ്മൾ കൊളോസിയൊക്കെ പോയായിരുന്നു കാണാൻ വേറൊരു ഡേ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണാം ഇനി. അപ്പോൾ ഇനി നെക്സ്റ്റ് കൊളോസിയും സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലും ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.